നമുക്ക് KSRTCയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ട്രിപ്പ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. നമ്മൾ KSRTCയിൽ രാവിലെ കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് 7:10 എടുക്കുന്ന ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിലുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്. ഇത് മസ്റ്റായിട്ട് നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു വ്യൂ ആണ്. നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഐ ആം വെരി ഹാപ്പി. നമ്മളിവിടെ എത്തുമ്പോൾ മനസ്സും ശരീരവും ഒക്കെ റിലാക്സ് ആവും. സോ നല്ലൊരു വ്യൂ തന്നെയാണിത്. KSRTC ഡിപ്പോയിൽ നിന്ന് 7:10 എടുത്ത ബസ് ഏകദേശം 10 മണിയാകുന്ന സമയത്താണ് കക്കാടംപൊയിൽ എത്തിയിട്ടുള്ളത്. അവിടെ തന്നെ നല്ല ഫോഗി അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ താഴത്തുനിന്ന് ഒരു ജീപ്പ് പിടിച്ചിട്ട് മുകളിൽ കുരിശുമലയിലേക്കാണ് പോകുന്നത്. അവിടെ ജീപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അവർ 1000 റുപ്പീസാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 8 പേർക്ക് ചേർന്നിട്ട് ഗ്യാങ് ആയിട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു കുറച്ച് കയറ്റമൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളൊരു വഴിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നടന്നു പോകുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ നടന്നു പോകും. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫീലായിരുന്നു ഈ റോഡിൽ കൂടി പോകുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓപ്റ്റ് ചെയ്തത് എന്തായാലും ജീപ്പ് തന്നെയാണ്. കാരണം കുറച്ച് അങ്ങനത്തെ ഒരു വഴികളാണിത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ട്രക്ക് ചെയ്ത് പോകാനുള്ളതുകൊണ്ട്. അപ്പോൾ കുറച്ച് ചളിയൊക്കെ ഉണ്ട്, മഴയായതുകൊണ്ട് തന്നെ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല സാൻഡിൽസൊക്കെ യൂസ് ചെയ്തിട്ട് വരിക. അപ്പോൾ നമ്മൾ കക്കാടംപൊയിൽ കുരിശുമലേൻ്റെ താഴത്ത് ഈ ജീപ്പ് നിർത്തി തരും. പിന്നെ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ ശേഷം നമ്മൾ അവരെ വിളിക്കുക. അപ്പോൾ അവർ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ട്രക്ക് ചെയ്ത് പോകേണ്ടതുണ്ട്. മുകളിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യം നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മളിത് കുറച്ച് ചെറുതായിട്ടുള്ളൊരു ട്രക്കിംഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ട്രക്കിംഗ് ഒന്നുമല്ല. അപ്പോൾ നമ്മളിങ്ങനെ കയറി മുകളിലെത്തി. നോക്കൂ ഗായ്സ്, എന്ത് രസമാണ് ഇത്. ട്രെക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, സൂപ്പർ, വാവ്, അമേസിങ് എന്ന് പറയാം. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ മലമുകളിൽ എത്തിക്കിട്ടുമ്പോഴുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള കോട കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടി. അപ്പോൾ ക്ലൈമറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറി. വാവ്, എന്ത് രസമാണെന്നറിയോ. നല്ല കാറ്റ് നമ്മളിങ്ങനെ തഴുകി പോവും. ഐ ആം സോ എക്സൈറ്റഡ്. വെരി അടിപൊളിയായിരുന്നു. നമുക്ക് കുറച്ചും കൂടി അപ്പുറത്തും കൂടി നടന്നു പോവാം. അത് നമുക്ക് കുറച്ച് ഓരോ 2 മലകളൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റിയ മലകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഈസി ആയിട്ട് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അവിടേക്കൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. ഓരോ നിമിഷത്തിൽ ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പം കുറച്ച് വെയിലായിരിക്കും. ഈ സമയത്തായതുകൊണ്ട് നമുക്ക് നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്. വാവ്, സൂപ്പറാണിത്. നല്ല രസമുള്ളൊരു സ്ഥലമാണിത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊക്കെ പോയി വരാവുന്നതാണ്. വ്യൂ നോക്കൂ ഗായ്സ്, എന്ത് രസമാണ്. ഐ ആം സോ എക്സൈറ്റഡ് ആൻഡ് ത്രിൽഡ്. മഴ വരുന്ന സമയത്താണ് ഇത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഇപ്പോഴും നല്ല പച്ചപ്പുള്ള നല്ല രസമുള്ള ഒരു സമയമാണ്. മഴക്കാലത്താണ് ഇത് മനോഹരമായിട്ട് തോന്നുന്നത്. നല്ലൊരു താഴോട്ടൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ മഴയുള്ള സമയത്ത് തന്നെ നമ്മൾ വരാനായിട്ട് ശ്രദ്ധിക്കണം. കക്കാടംപൊയിൽ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഓരോ മിനിറ്റിലും നമ്മളെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നത്. അപ്പോൾ കോട വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മഴ പെയ്തു. അപ്പോൾ നമുക്ക് കോട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് അടിച്ച് പൊളിക്കാം. നല്ല രസമാണ് മഴയത്ത് ഇതിൻ്റെ വ്യൂ കാണാനായിട്ട്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു രസമുള്ള സ്ഥലമാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമാണിത്. വളരെ ഈസി ആയിട്ട് കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാർക്ക് ഇവിടേക്ക് വരാൻ പറ്റുന്നതാണ്. കക്കാടംപൊയിലേക്ക് നേരിട്ട് ബസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തിരുവമ്പാടി ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ വരാനായിട്ട് പറ്റും. അപ്പം നമ്മൾ പോയിട്ടുള്ളത് കുരിശുമലയിലാണ്. മഴ പെയ്തപ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ തന്നെയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കുരിശുമലേൻ്റെ അവിടെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് നിൽക്കാം. കാരണം മഴയൊന്നും കൊള്ളില്ല. നമുക്ക് എല്ലാ വ്യൂസ് ആസ്വദിക്കാം. താഴോട്ട് നോക്കുമ്പോൾ വാവ്, നല്ല ഫോഗി ആയിട്ടുള്ള നല്ല രസമുണ്ട് കാണാനായിട്ട്. വളരെ സൂപ്പറായിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു. നമുക്ക് ഓരോ നിമിഷം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന വ്യൂ ആണ്. അപ്പോൾ അതാ കണ്ടില്ല, ഇനിയും ക്ലൈമറ്റ് മാറാൻ പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി. കാരണം നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഫുഡും കൂടി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ നിൽക്കാം. താഴെ റോഡിലൊക്കെ ഫുള്ള് ക്ലൈമറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ക്ലൈമറ്റിനൊരു വ്യത്യാസമില്ല. മഴ പെയ്യുമ്പോൾ അടിപൊളിയാണ്. ഇനി നമുക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു പ്ലാനാണ് നമുക്കുള്ളത്. നമ്മളിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറിയിട്ട് മന്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അടിപൊളിയായിട്ട് ചൂട് പറിക്കുന്ന നല്ല അടിപൊളി മന്തി കിട്ടി. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് മാറി വരുന്നുണ്ട്. അങ്ങനെ ഓരോ നിമിഷവും ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രിയദർശിനിയിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. സോ നല്ലൊരു വ്യൂ സമ്മാനിച്ച കക്കാടംപൊയിലാണ്. എല്ലാവരും വിസിറ്റ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. സ്റ്റോറീസ് ഓഫ് ഷെറിൽ. താങ്ക് യു ഓൾ.